ചെറുപ്പത്തിൽ അത്യാവശ്യം അത്ലറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇത് പറയുമ്പോഴും കൊച്ചിയിൽ ഇതേപോലെ റോഡിലൊന്നും ഓടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ഓട്ടം. ചെയ്യാൻ പോകുന്ന പടം ഒരു കബഡി കളരിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ ഇത്തിരി ഓടാനൊക്കെ ഉണ്ട്, കുറച്ച് ഫൈറ്റ് ഉണ്ട്. കമ്മട്ടിപ്പാടത്തിൻ്റെ ആ ഒരു ലെവലിൽ വരാവുന്ന ഒരു സാധ്യതയുള്ളൊരു ക്യാരക്ടറാണ്. ചുമ്മാ കുറയ്ക്കണമെങ്കിൽ പട്ടിണി അടക്കാം, അഴകോടെ കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കബഡി താരത്തിൻ്റെ ബോഡി ഷേപ്പ് വരിക എന്ന് പറയുന്നെങ്കിൽ ഒരാളുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം. ജിമ്മ് അല്ല, ആശുപത്രികൾക്ക് പകരം ഹെൽത്ത് ക്ലിനിക്കുകൾ. ഞാൻ ഏതോ കൗൺസിലിങ്ങിന് വന്ന പോലെ ഞാനിവിടെ നിന്ന് കരഞ്ഞ് ഇങ്ങനെ പൊട്ടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരാളെ വന്ന് ഇങ്ങനെ സ്നേഹത്തോടെ തുടുമ്പുണ്ടാവുന്നൊരു പൊട്ടലല്ലേ, അറിയാതെ ഞാൻ അത്രയും സ്ട്രെസ്സിലൂടെ കടന്നുപോയ ഒരാളാണ് ലൈഫിൽ. അപ്പോൾ യോഗയാണ് എന്നെ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തിയാക്കിയത്. രാവിലേക്ക് എണീറ്റ് ജിമ്മിൽ പോകാൻ മടിയുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ലൈഫ് ചേഞ്ചിൻ്റെ വണ്ടിയാണ് ഈ വരുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സൗകര്യവും കൂടെ ഉണ്ട്. അത് അടിപൊളി പരിപാടിയല്ലേ. കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ സ്കൂൾ വണ്ടി പോലെ നമ്മുടെ വണ്ടി ചെല്ലുന്നു, ഇവരെയും കുട്ടികളായി കൊണ്ടുപോലെ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകും. ഈ ഓടി ചാടി കയറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫിസിക്കലി ഫിറ്റാണെന്ന് തന്നെ നമുക്ക് ധരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആകാര സൗകുമാര്യമൊക്കെ കാണുമ്പോൾ ഫിസിക്കലി ഫിറ്റാണെന്ന് തോന്നാം, പക്ഷേ അതങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇൻബോഡി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിയാലാണ് നമ്മുടെ ശരിക്കുള്ള ആരോഗ്യസ്ഥിതി അറിയാൻ പറ്റുള്ളൂ. ഈ ഇരിക്കുന്ന കാഴ്ചയിൽ നിങ്ങൾ ഹെൽത്തി ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങളെപ്പോലെ ഒരാൾ വരുമ്പോൾ ഇത് ഇൻബോഡി ചെക്കപ്പാണ്. അപ്പോൾ ഇതൊരു 6 ലക്ഷം രൂപയുടെ മെഷീനാണിത്. ആ മെഷീനിൽ നമ്മൾ കംപ്ലീറ്റ് നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഫാറ്റും നിങ്ങൾക്ക് എന്താണ് കണ്ടില്ലേ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. അത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് വേണം, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഡയറ്റീഷ്യൻ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറയാം. എൻ്റെ ഇൻ്റർവ്യൂസ് ഇഷ്ടപ്പെടുന്ന ഒരു സാബു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളിയൊരു കഥ പറഞ്ഞു. 25 ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഗൾഫിലുണ്ടായിരുന്നതും അത് പിന്നീടൊരു ചതിയിൽപ്പെട്ട് നഷ്ടപ്പെടുന്നതും ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതിനൊക്കെ പറ്റിയിട്ടാണ് കഥ പറഞ്ഞത്. ഞാൻ 26 ദിവസം പിന്നെ കണ്ണൂർ ജയിലിൽ കിടന്ന ഒരാളാണ്. ജയിലിൽ കിടക്കാൻ്റെ സാഹചര്യമാണ് എൻ്റെ മക്കളെ നിയമം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കൂട്ടത്തിൽ ആ കഥയിൽ പാലരുവട്ടത്ത് ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്നും അവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഞാൻ ആ ലൈഫ് ചേഞ്ചിലാണ് നിൽക്കുന്നത്, ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ കഥയുടെ ഡീറ്റെയിൽസും ഒപ്പം ലൈഫ് ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചിട്ടും പറയുന്നുണ്ടായിരുന്നു. ഇതൊരു സർവീസാണ്, സർവീസ് ഓറിയൻറ്റഡ് ആണ്. അത് സർവീസായിട്ട് തന്നെ കൊടുക്കാൻ കഴിയണം. ഇതെങ്ങനെയാണ് അപ്പോൾ സർവീസ് ആവുക? ഇത് നിങ്ങളെ അത് ഇവിടെ ലൈഫ് ചേഞ്ചിൽ വന്നാൽ എനിക്കത് എന്താണെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ വരാൻ തയ്യാറാണ്. അപ്പം നിങ്ങളെ എടുത്തു ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു 3 മാസത്തെ 6 മാസത്തെ 1 ഇയർ ഒരു കോഴ്സാണ്, ഇതൊരു പ്രോഗ്രാമാണിത്. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും, എനിക്ക് വിവാഹമുണ്ട്, വിദേശത്തേക്ക് യാത്ര ചെയ്യാനുണ്ട്, എനിക്ക് ഇത്ര കിലോ വെയിറ്റ് കുറയണം, ഇല്ലെങ്കിൽ ഇത്ര കിലോ വെയിറ്റ് കൂടണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് റിസൾട്ടായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. 15 ദിവസം കൊണ്ട് നമ്മൾ 3 കിലോ വരെ വെയിറ്റ് ലോസ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. 10 ദിവസം കൊണ്ട് കുറയ്ക്കാം. ആരോഗ്യപരമായിട്ടുള്ളൊരു കുറയ്ക്കലുണ്ട്. ശരീരത്തിൽ നിന്നും വെയിറ്റ് പെട്ടെന്ന് ഡയറ്റ് ഫോളോ ചെയ്തിട്ടൊന്നും കുറയ്ക്കാൻ പാടില്ല. ന്യൂട്രീഷനും ഡയറ്റീഷ്യനും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. അവരൊന്ന് കൺസൾട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് എന്ത് പ്രോഗ്രാം വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബാക്കിൻ്റെ വർക്കൗട്ടാണ്, അതായത് ലാറ്റ്സിൻ്റെ. ഫസ്റ്റ് ഷോൾഡർ ഡൗൺ ആൻഡ് ലാറ്റ് മസിൽസ് എല്ലാം എൻഗേജ് ആയതിനു ശേഷം പുൾ ഇറ്റ് ഡൗൺ. ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് സത്യത്തിൽ ഒരു ജിമ്മിൻ്റെ ഒരു എന്താ പറയുക ആശാനെ കാണുന്ന പോലെ അല്ലെങ്കിൽ ജിം ഓണറെ കണ്ട് സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ. ഞാൻ തൊട്ടാ കരയും. ഞാൻ ഏതോ കൗൺസിലിങ്ങിന് വന്ന പോലെ ഞാനിവിടെ നിന്ന് കരഞ്ഞ് എന്നുവെച്ചാൽ കുറച്ച് സിനിമയുടെ പ്രതിസന്ധികളും പിന്നെ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളിലും എല്ലാം കൂടി ഇങ്ങനെ അതെ ഇങ്ങനെ പൊട്ടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരാളെ വന്ന് ഇങ്ങനെ സ്നേഹത്തോടെ തുടുമ്പുണ്ടാവുന്നൊരു പൊട്ടലല്ലേ, അറിയാതെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളിവിടെ നിന്ന് നിങ്ങളുടെ ശരീരവും മനസ്സും നന്നാക്കി പോകണമെന്ന് പറയുന്നത്, മനസ്സ് നന്നാവേണ്ടത് അവരുടെ ലക്ഷ്യമല്ല, അത് അവനവന് വേണമെങ്കിൽ മനസ്സ് നന്നാക്കാം. അങ്ങനെ ഒന്ന് മോട്ടിവേറ്റായി അങ്ങനെ വർക്കൗട്ട് തുടങ്ങി. 2 പേരെ നിർത്തി, 2 ചെറുപ്പക്കാർ പിള്ളേരെ വിളിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് രഘുവും രാഹുലും അവരാണ് 40 ദിവസത്തെ ടാർഗറ്റ് അവർക്ക് കൊടുത്തു. 40 ദിവസം കൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ ഒരു കായിക താരത്തിൻ്റെ ശരീരഭാഷ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു.
അവർ ശരി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അടിപൊളിയായി. ഈ പഴയ ഫോട്ടോ കയ്യിലുണ്ടോ ശരിക്കും? change വിഷ്വലിലേക്ക് കിടപ്പുണ്ട്. അത് 23 ദിവസം. 23 ദിവസം. ഓ 23 ദിവസം കൊണ്ട് ഈ ഒരു ഷേപ്പ് വന്നു. ഇതാണ് പൊളി. വേറെ. പക്ഷെ ഈ മണികണ്ഠൻ ഞങ്ങൾക്ക് കുറെ ക്യാരക്ടേഴ്സിനെ തന്നിട്ടുണ്ട്. പവർ കാണിക്കാൻ പറ്റിയ സാധനം. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഈ പടത്തിൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കും, ആ അവാർഡ് ഇവിടെ ഇരിക്കുന്നതാണ്. അത് അടിപൊളി. അത് ഞാൻ സാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ബോഡിയിൽ ചെറിയ ചെറിയ എൻ്റെ അലൈൻമെൻറ്റ് പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവുണ്ടായില്ല. ക്യാരക്ടറുകൾ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ചെറിയ റോളാണ്. ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ വേഷം വേറെ ലെവലിലാണ് വന്നു പോകുന്നത്. കുറച്ചേ ഉള്ളൂ എങ്കിലും ഞാൻ അതിനൊരു സബ് ടെസ്റ്റ് ഉണ്ടാക്കും. അയാളുടെ ഒരു ഭൂമിശാസ്ത്രം ഉണ്ടാക്കും. അയാൾ ജനിച്ച കാലഘട്ടവും ആ ഭരണാധികാരി വരെ വെറുതെ സങ്കല്പിക്കും. കാരണം ഭരണാധികാരി ആരാണോ അതിനനുസരിച്ച് ആ സ്വഭാവത്തിലൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന, അങ്ങനെയൊക്കെ ഡീപ്പായിട്ട് ഇറങ്ങി കുറേ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വർക്ക് ചെയ്താണ് ഒരു ക്യാരക്ടർ ചെയ്യുക. എങ്ങനെ ചെയ്താലും പോക്കിരി സിനിമയിലെ വടിവേലു മറ്റേ വേഷം മാറി ഇങ്ങനെ വരുമ്പോൾ ഏത് വേഷത്തിൽ വന്നാലും പിടിക്കണ്ടല്ലോ. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് എന്നെ പിടിക്കണത്? ഈ കൊണ്ടെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ പോലെ ഞാൻ എങ്ങനെ വന്നാലും എൻ്റെ ബോഡി ഒരേപോലെ നടക്കും. ആ ബാലൻ ചേട്ടൻ ആപ്റ്റായിരുന്നു ആ ബോഡി. അത് കഴിഞ്ഞ് പിന്നെ ഏതിൽ വന്നാലും നടപ്പ് അങ്ങനെ തന്നെ, ശരീരഭാഷ മാറുന്നില്ല. ഞാൻ മാറ്റാൻ ശ്രമിക്കുന്ന സ്ട്രെയിൻ എനിക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നത്, എനിക്ക് പറ്റുന്നുണ്ട്. ഓഡിയൻസിന് ചിലപ്പോൾ സ്റ്റോറി ബേസിൽ കണ്ടുപോകുമ്പോൾ അറിയില്ലായിരിക്കും. ഞാൻ അങ്ങനെയല്ലോ കാണുന്നത്. ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ തോൾ ഇങ്ങനെ ഇരുന്നിരുന്നു. അലൈൻമെന്റ് പ്രോഗ്രാം പരിപാടിയുണ്ട്, അതാണ് നമ്മുടെ യോഗ മാഷ് ചെയ്യുന്നത്. അത് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സംഭവം. ഇപ്പൊ എന്റെ ഇത് നേരെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയായിരുന്നു നേരെയായി. പിന്നെ നടു ഇങ്ങനെ കുഴിഞ്ഞായിരുന്നു, അകത്തേക്ക് ഭയങ്കരമായിട്ട് വളഞ്ഞായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ എന്താ പറയാ, സിനിമയിൽ വരുന്നതിന് മുമ്പ് ഈ സിമെന്റ് ചാക്ക് കൂലിപ്പണിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു ശരീരഭാഷയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി പോവുക, പിന്നെ തോളത്ത് വെച്ചിട്ട് തോളിങ്ങനെ ആയത്, കാലിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ വിരലുകൾ വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. അപ്പം ഇതൊക്കെ ക്യാരക്ടറിനെ ബാധിക്കും. ഏത് ക്യാരക്ടർ ചെയ്താലും ബോഡി ലാംഗ്വേജ് അതിൽ തന്നെ നിൽക്കും. നമ്മൾ നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റും, ഡ്രസ്സൊക്കെ മാറ്റും, പക്ഷെ നമ്മളുടെ അവയവങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും. അപ്പം അത് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കിയത് ഇവിടെ വന്നിട്ടാണ്. പിന്നെ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. പിള്ളേർ രണ്ടുപേരും മാറി മാറി വിളിക്കും. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കാം, 40 days മണികണ്ഠൻ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് യോഗ മാസ്റ്റർ ഇവർ തിങ്കൾ മുതൽ വെള്ളി വരെ അവർ പിടിക്കും. ശനിയാഴ്ച ഒരു ദിവസം, ശനിയാഴ്ച ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം യോഗ മാസ്റ്റർ വളച്ചു ഒടിച്ച്, ഇവിടെ നമ്മളിങ്ങനെ വീർപ്പിച്ച് ഇങ്ങ് പോകുമ്പോൾ വളച്ചു ഒടിച്ച്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കരുത് എന്ന് സാറിന് നിർബന്ധമാണ്. ഇങ്ങനെ തിരിയാനും എനിക്ക് ഇങ്ങനെ തിരിയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തിരിയാന്ന് പറയുന്ന മൂമെന്റ്സ് അല്ലേ അത്. പിന്നെ കഞ്ചക്കൊളക്കൊക്കെ കാണുമ്പോൾ ആ ഫൈറ്റിൽ എനിക്ക് എൻ്റെ മിസ്റ്റേക്കുകൾ അറിയാം, എൻ്റെ ബോഡിയുടെ മിസ്റ്റേക്കുകൾ അറിയാൻ പറ്റുന്ന പരിമിതികൾ വരുന്നത് എവിടെയാണെന്ന് മനസ്സിലാവുന്നു. അടുത്ത പടത്തിൽ അത് ഉണ്ടാവില്ല. എനിക്ക് ഒന്നും കൂടി പറന്നടിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അതിൽ എന്നെ ആ സിനിമയുടെ എൻ്റെ ഡൂപ്പ് ചെയ്ത ആൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിൽ അയാളുടെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ അടിച്ച കയ്യടിയുടെ പകുതി മുക്കാലും ഇയാൾക്ക് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഒരുമിച്ച് ചെയ്താലോ, പുഷപ്പോ എന്തെങ്കിലും ചെയ്താലോ? പിന്നെന്താ, അടിപൊളി. ഇതാണ് ആ പുലിക്കുട്ടികൾ പറഞ്ഞ രഘു രാഹുൽ. ഞാൻ ഫോട്ടോസ് കണ്ടു കേട്ടോ. ആ വ്യത്യാസം ഇല്ലെങ്കിൽ മണികണ്ഠനെ നമുക്കറിയാമല്ലോ, പക്ഷെ ഇപ്പോൾ വ്യത്യാസപ്പെട്ട മണികണ്ഠൻ ഇല്ലേ. ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ 10 പുഷപ്പ് ചെയ്യാൻ പോവാണ്. ഒന്ന് എങ്ങനെയാണ് പൊസിഷൻ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അടുത്ത് വെക്കണം, ഫ്രണ്ടിലേക്ക് പോകണം. ഓക്കെ റെഡി? യെസ്. ഈ പണ്ട് അത്ലറ്റിക്സ് ചെയ്തതാണ്, ഇപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് മതിയായി. ഞാൻ ഔട്ടായി.
നിങ്ങളിപ്പോ ചെയ്തില്ലേ, ആ ആ ചെയ്യുമ്പോ നിങ്ങളുടെ അലൈൻമെന്റ് പോയി, ആ അങ്ങനെ പിന്നെ ചെയ്യാൻ സമ്മതിക്കാം. ബാക്കിയുള്ള നിങ്ങൾ പിന്നെ ചെയ്യും. പുള്ളി അവിടെ നിർത്തിയില്ല പരിപാടി. ആ പിന്നത്തെ ആ ഒരു ഒറ്റത്തിന് മാത്രമേ ഉള്ളൂ, പിന്നെ ചെയ്യരുത്. ഓ അങ്ങനെയാണ്. നമുക്ക് എല്ലായിടത്തും ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പം ഈ ഫിറ്റ്നസ് സെന്ററിൽ വന്നാലും ട്രെയിനേഴ്സ് ഉണ്ട്. പിന്നെന്താ വ്യത്യാസം എന്താണ്? ഇവിടെ 40ഓളം സ്റ്റാഫുകളുള്ള ഒരു ഫിറ്റ്നസ് സെൻ്ററാണിത്. ഫിറ്റ്നസ് സെൻ്റർ നടത്താൻ ശരിക്കും ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു മിനിമം 8 പേര്, 10 പേര്, 12 പേര് മതി മാക്സിമം. ഇത് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലയിലുള്ള ഫിറ്റ്നസ് സെൻ്ററാണ്. പക്ഷേ ഇത്രയും സ്റ്റാഫിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് വരുന്ന ഓരോ ഒരാളും അവിടെ അനാഥരാകാൻ പാടില്ല. അതായത് ആളുകൾ, വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. അതിന് PT എടുക്കണം നിർബന്ധമില്ല. പക്ഷേ PT എടുക്കുന്ന പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്നത്, എനിക്ക് 6 മാസം കൊണ്ട് എനിക്ക് ഇങ്ങനെ ചേഞ്ച് വരണം, എനിക്കൊരു ട്രെയിനർ തനിയെ വേണം, എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒരു ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ എനിക്കൊരാൾ വേണം എന്ന ആവശ്യമുള്ളവർക്കാണ് നമ്മൾ ഈ പേഴ്സണൽ ട്രെയിനർ കൊടുക്കുന്നത്. ഞാൻ പേഴ്സണൽ ട്രെയിനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. കാരണം നിങ്ങൾ വരുന്നത് എൻ്റെ അടുത്തൊരു സർവീസ് ആവശ്യപ്പെട്ടാണ് വരുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ എനിക്ക് പണം തരികയാണ് അല്ലേ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് തരണം. എനിക്ക് മറ്റ് ഫിറ്റ്നസ് സെൻറ്റർ, കാരണം അവർക്ക് സാധിക്കില്ല, അവർക്ക് ബിസിനസ്സാക്കി എടുക്കാനേ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു 50ാമത്തെ വയസ്സിലാണ് ഞാനുള്ളത്. എനിക്കിതെൻ്റെ ഒരു അഡ്രസ്സ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ പുതിയൊരു കാഴ്ചപ്പാടാണ്, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള, ജനങ്ങൾക്ക് മുഴുവനും ആരോഗ്യമാണ് ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്നുള്ളത് ആണ് എൻ്റെ ലക്ഷ്യം. ഇവിടുത്തെ ഡയറ്റീഷ്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഹരിത അല്ലേ? ഹരിതയുടെ അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെയൊക്കെ ഒരു ഫുഡ് സ്റ്റൈൽ? ഇപ്പോൾ ഒരു പപ്സ് കഴിക്കുകയാണ്, ഒരു പപ്സ് രാവിലെ കഴിച്ചാൽ മതിയോ? ഇല്ല, കാരണം പപ്സ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ ലൈക്ക് ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ദിവസമാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ റിപ്പോർട്ട്സിൽ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നവർ നമ്മുടെ കേരളത്തിലാണ്. 50% നോക്കിയിട്ടുണ്ട്, അതിൽ പകുതിയും 50 വയസ്സിന് താഴത്തോട്ടുള്ളവരാണ് ഇപ്പം ഹൃദയാഘാതം വന്ന് മരിക്കുന്നവർ. ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ സംഭവിക്കുന്ന നമ്മുടെ ബോഡിയിൽ ട്രാൻസ് ഫാറ്റ് കൂടിയിട്ട് കൊളസ്ട്രോൾ, അതുപോലെ തന്നെ BP ഒക്കെ കൂടിയിട്ട് ഡയബറ്റിക് ഒക്കെ വരാനുള്ള ചാൻസ് ഇപ്പം കൂടുതലാണ്. അതിപ്പം കൂടാനുള്ള മെയിൻ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാത്തതും, അതുപോലെ ഫുഡിൻ്റെ ഹാബിറ്റ്, നല്ല രീതിയിൽ വാരി വലിച്ച് ഫുഡ് കഴിക്കാം, ഓവർ വെയിറ്റ്, പിന്നെ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മളൊക്കെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തൂമ്പെടുത്ത് കളിക്കാനൊന്നും പോകുന്നില്ല, ഇരുന്നുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയിട്ട് അതിൻ്റെ ഇരട്ടി കാലറിയിൽ ഫുഡ് കഴിക്കുന്നു. അപ്പം വർക്കൗട്ട് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഉറക്കം കറക്റ്റ് ആകുന്നില്ല. സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ഇപ്പം ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കാം, അതില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഇത് ശരിക്കും ആൽക്കലൈൻ വാട്ടർ ആണ്. ഇത് പതഞ്ഞിരിക്കുന്നത്, ഇത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. അത് ആൽക്കലൈൻ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഒരു ഗ്ലാസ്സിൽ നമ്മുടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സോഡ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ലിക്വിഡ് ഒഴിച്ച് നോക്കാം, കളർ എന്താണെന്ന് നോക്കാം. കളർ ഒരു റെഡിഷ് വന്നു. സോ ഇത് അസിഡിക്കാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരവും അസിഡിക് ആവും. ഈ അസിഡിക് ആവുന്നതുകൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നത്. ഇത് ഗ്രീൻ, ബ്ലൂ ആ ഷെയ്ഡിലേക്ക് വരുമ്പോൾ ഇത് ആൽക്കലൈൻ പ്രോപ്പർട്ടി കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഷെയ്ഡ് വരുന്നത്. ഇത് നമുക്ക് നോർമൽ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കേഷൻ പർപ്പസിനുള്ള വെള്ളമായിട്ട് ഇതിന് ഫിൽറ്റർ ചെയ്ത് കിട്ടും. നമുക്ക് ബ്യൂട്ടി കെയർ മീൻസ് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് കൂടുതലായിരിക്കും ആൽക്കലൈൻ വെള്ളം വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും, എല്ലാ ബ്യൂട്ടി കെയർ പരിപാടികളും ഈ ആൽക്കലൈൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ എറണാകുളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം അവർക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകാനുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് വർക്കൗട്ട് മുടങ്ങരുത്, പക്ഷേ വൃത്തിയായി പോവുകയും വേണം. അപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷായി സ്റ്റീം ബാത്തൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ കയറി അവർക്ക് അവരുടേതായിട്ടുള്ള മേക്കപ്പ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പോകാനുള്ള ഉണ്ടാവും. അതിനും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ലൈഫ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ ആണ്. സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ശരിക്കും സംസാരിക്കേണ്ട എക്സ്പേർട്ട് ഇവിടെയുണ്ട്. യോഗ ട്രെയിനർ കൂടിയാണ് നിശാന്ത്. പല രീതിയിൽ സ്ട്രെസ് ആരോഗ്യത്തെ ബാധിക്കും. ഈ തരത്തിലുള്ള പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ വരുന്നവരേക്ക് ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടെ ഡോപ്പമൈൻ, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ ഇതൊക്കെ ആക്റ്റീവ് ആവും, കൂടും. അതോടൊപ്പം സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന അഡ്രിനാലിൻ കുറയുകയും ചെയ്യും. അപ്പോൾ അഡ്രിനാലിൻ കുറയുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയും. സ്ട്രെസ്സിനോടൊപ്പം കുറേ ഒരു പാക്കേജാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഗ്യാസ്ട്രിക് അസുഖങ്ങൾ ഉണ്ടാവാം, അസിഡിറ്റി ഉണ്ടാവാം, മൈഗ്രെയിൻ ഉണ്ടാവാം. അപ്പോൾ ഇതൊരു പാക്കേജാണ്. മൈൻഡ് കാമായിട്ട് സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ
നമുക്കൊരിക്കലും ഈ അസുഖങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ചില രീതിയിൽ നമ്മൾ ചില ആസനങ്ങൾ കൊടുക്കുന്നു, പ്രാണായാമം കൊടുക്കുന്നു, ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ കൊടുക്കുന്നു, മുദ്രകൾ കൊടുക്കുന്നു, ഇതൊക്കെ കൊടുക്കുമ്പോൾ ക്രിയകൾ കൊടുക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കറക്റ്റായിട്ടുള്ള കൊടുത്താൽ അവർക്ക് മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാവാതെ നമ്മൾ അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം. അപ്പോൾ ഒരു 1-2 ആഴ്ച കൊണ്ട് അവർക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതെങ്ങനെ മാറി എന്നുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ തിയറി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഗൾഫിലൊക്കെ ഒരുപാട് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ബിസിനസ്സൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പം ഞാൻ നോക്കുമ്പോൾ മക്കളും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. മക്കളെല്ലാം ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അച്ഛനൊപ്പം ഈ ബിസിനസ്സിൻ്റെയോ ഇല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്താ കാരണം ഇങ്ങനെ കേരളത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ? ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടാണ് ദുബായിൽ എത്തിപ്പെടുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഞാൻ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അവിടുത്തെ അറബികൾ ഞാനുമായിട്ടൊരു ബന്ധം കൊണ്ട് അവരെനിക്ക് തരികയും ചെയ്യുന്നു. അവിടെ നിന്ന് തൊട്ട് പിന്നീടുണ്ടായ ഒരു യാത്രയിലാണ് ഈ 1026 ഫിറ്റ്നസ് സെൻ്റർ വന്നത്. പിന്നെ ഡീസൽ ട്രേഡിങ്, ഇൻറ്റീരിയർ കമ്പനി, ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ്, അങ്ങനെ വലിയൊരു വ്യവസായ മേഖലയിലേക്ക് മാറിപ്പോയി. പക്ഷെ പിന്നീട് ഒരു 6 വർഷം മുമ്പുണ്ടായ ഒരു ചതിയിൽ ഞാൻ കേരളത്തിൽ എത്തപ്പെടേണ്ട വന്നു. എനിക്ക് ലഭിക്കേണ്ട നീതി കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കുടുംബമൊക്കെ, എൻ്റെ അമ്മ, ജ്യേഷ്ഠൻ എല്ലാം എന്നോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ ആൾക്കാരുടെ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് അത് ഇവിടെ വെച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നമ്മളൊരു ജിം സെറ്റപ്പിൽ കാണുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു സാധനം ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ എനിക്കത് കൗതുകം തോന്നി. ആൾക്കാരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. ഇപ്പോൾ കാപ്പ് പഞ്ചായത്തുകൾ പോലുള്ള സംവിധാനങ്ങൾ നമ്മളെപ്പോഴും എതിർക്കാറുള്ളതാണ്. അങ്ങനത്തെ പരിപാടികൾ, അങ്ങനെ ബോഡികളൊന്നും പാടില്ല, നിയമപരമായി പോകണം. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? നിയമത്തിന് സഹായം ചെയ്യുകയാണോ? അതായത് സാമ്പത്തികമായിട്ട് കോടതികളിൽ പോയിട്ട് കേസ് തീർക്കാൻ കഴിയില്ലാത്ത ആൾക്കാരുണ്ടാവും. രണ്ടുപേർ തമ്മിലൊരു വിഷയമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ഒരാൾ വേണം. തർക്ക പരിഹാര സെൽ എന്ന് പറഞ്ഞ സംവിധാനമാണ് ഞാനിവിടെ ചെയ്യുന്നത് ശരിക്കും. പിന്നെ ഇവിടെ തന്നെ വരുന്നവരുടെ ഒരുപാട് ഫാമിലീസ്. അതൊരു സംഘടനയായിട്ടാണോ ചെയ്യണേ? അല്ല, ഒരു സംഘടനയുണ്ട്. IBA എന്ന് പറഞ്ഞൊരു സംഘടന എനിക്കുണ്ട്. IBA, ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ഞാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പക്ഷെ അത് മുഖാന്തരമല്ല, ഞാനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം. അത് കോടതിക്കും പോലീസിനും ഒന്നും എതിരായിട്ടല്ല ചെയ്യുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു വിഷയമായിട്ട് വരുന്നു, അത് രണ്ടുപേരെയും സംസാരിച്ച് ആ വിഷയം ക്ലോസ് ചെയ്ത് സന്തോഷത്തോടെ അവരെ ചേർത്ത് വിട്ട് പറഞ്ഞയക്കുന്നു. ഒരുപാട് അതിർതർക്കങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ പണമിടപാടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്, നിരന്തരം ഇടപെടുന്നുണ്ട്. എനിക്കൊരു ദിവസം 10-15 പേരെങ്കിലും മിനിമം എന്നെ കാണാൻ വരുന്നതും സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സാമ്പത്തികാവസ്ഥ വേണം. ഇപ്പോൾ തന്നെ ഇത് വലിയൊരു ജിമ്മാണ്. ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണ ജിമ്മിനെ പോലെ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ ഒരു ജിമ്മല്ല, വലിയ ഫെസിലിറ്റീസ് കൊടുത്തു തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇതൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന പരിപാടികളുമായിട്ട്, അതായത് സെറ്റിൽമെന്റ് ഇല്ലെങ്കിൽ ആളുകളെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഇതുവരെ, എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 വർഷമായി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങൾ തീർക്കുന്ന ഒരു കാര്യങ്ങളിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ അടുത്തൊന്നും 1 രൂപ വാങ്ങുകയോ ഒരു ചായ വാങ്ങി കുടിക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനാണ്, സഹജീവികളുടെ കരുണ ഉണ്ടാകണം. അവൻ്റെ വിഷമം എൻ്റെയും വിഷമമാണ്. അതായത് വയനാട് മാത്രമല്ല പ്രളയം വരിക, മുല്ലപ്പെരിയാറും ചിലപ്പോൾ സംഭവിക്കാം. അപ്പോഴും നമ്മുടെ മുറ്റത്ത് മാത്രം വെള്ളം വരുമ്പോഴേ എനിക്ക് വിഷയമുള്ളൂ എന്ന് വിചാരിക്കരുത്. അതായത് അവൻ്റെ വീട്ടിലെ പിന്നെ മൂക്ക് ക്യാൻസറാണ്, ഇല്ലെങ്കിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു, അവളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെയല്ലേ, ഇവിടെ അല്ലല്ലോ, എനിക്കല്ലല്ലോ ക്യാൻസർ, എനിക്കല്ലല്ലോ വിഷയം, അല്ലേ? അപ്പോൾ അങ്ങനെയല്ല വരേണ്ടത്. ഈ മക്കളൊക്കെ പഠിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് ഈ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഈ ചിന്തയില്ല, സെൽഫിഷാണ് ഭയങ്കരമായിട്ടും. അവരുടെ കാര്യം മാത്രം നോക്കി ഒരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഈ ലോകത്തോടില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് മാറ്റണം ശരിക്കും. കേരളത്തിൽ മലയാളികൾക്ക് എന്താ പ്രത്യേകത? മലയാളി നേഴ്സുമാരെ മാത്രം എന്താ വിദേശികൾക്ക് കൂടുതൽ ഇഷ്ടം എന്താ? അവർക്കാണ് അപ്പനെ അമ്മയെ സ്നേഹിക്കുക, ഈ അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളവർക്കാണ്. ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ മക്കളെ ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഓൾ ഓവർ ചേഞ്ചാണ്. അവൻ്റെ ബോഡി ചേഞ്ച് ആവുന്ന മാത്രമല്ല, മാനസികമായിട്ടുള്ള വളർച്ചയും എല്ലാം ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലൈഫ് ചേഞ്ചിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് പറ്റുന്ന എക്സ്പേർട്സ് ഉണ്ടോ നമുക്കിവിടെ? തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ 700ഓളം ആളുകളിൽ നിന്നും ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഞാൻ ഈ 40 സ്റ്റാഫിനെ ഇവിടെ എടുത്തിരിക്കുന്നത്. ആളുകളെല്ലാം ആളുകളോട് പുഞ്ചിരിക്കാൻ കഴിയണം, നന്നായി പെരുമാറാൻ കഴിയണം, അവരെ സ്വീകരിക്കാൻ കഴിയണം, അവരെ കെയർ ചെയ്യാൻ കഴിയണം. ഇവിടെ വരുന്നത് 10 വയസ്സ് മുതൽ 70-80 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂത്തിനേക്കാളും കൂടുതൽ ഫാമിലീസാണ് ഇവിടെ. അപ്പൻ, അമ്മ, മക്കൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. രാവിലെ 5 മണി മുതൽ രാത്രി 1 മണി വരെയുള്ള സമയം കണ്ടിന്യൂ
ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഈ പലരും വരുമ്പോഴത്തേക്കും നമ്മളടുത്ത് പേഴ്സണലി സംസാരിക്കാനും ഒക്കെ ശ്രമിക്കും. ഇങ്ങനെ ഒരു ചെവി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് അവരുടെ ദുഃഖങ്ങളൊക്കെ ആ ചെവി ഞാനത് ഇത് ഒരു 2-3 ഇൻ്റർവ്യൂ വന്നതിന് ശേഷം എനിക്കൊരു ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, എന്തിനാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്തിനും നമ്മുടെ ചുമലിൽ ചുമക്കുന്നു? അപ്പോൾ എത്ര തവണ ഞാൻ വിട്ടുപോകാൻ നോക്കിയാലും എനിക്കത് സാധിക്കില്ല, എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊരാൾ എൻ്റെ മുമ്പിൽ വന്ന് വിഷമത്തോടെ, ആ വിഷമിപ്പിക്കുന്നവനോട് ഇത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല ഒരാൾ. അതുപോലെ ഈ പണമിടപാട് സംബന്ധിച്ചിട്ട് നിങ്ങൾക്കൊരാൾ പണം തരാനുണ്ട്, തരാനുള്ള ഒരാളെ നിരന്തരം പീഡിപ്പിക്കരുത്. പണം വാങ്ങിയിട്ട് ഞാനൊരു കൃഷി ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി, ഞാൻ പൊട്ടിപ്പോയി, ഞാൻ പൊളിഞ്ഞു, ഞാൻ ചതിക്കപ്പെട്ടു. നിങ്ങൾ എന്നെ നിരന്തരം മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കിട്ടുന്ന ഗുണം? ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യും, ഇയാൾ ആ ജീവിതം അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പണം കിട്ടുമോ? പക്ഷെ ഞാൻ പറയുന്നത്, ആ പണം തരാനുള്ളവനെ അയാളെ പേടിപ്പിക്കാതെ, ഭയപ്പെടുത്താതെ, അയാളുടെ കൂടെ നിന്നുകൊണ്ട് എന്താ സുഹൃത്തെ വേണ്ടേ, എന്താ നമുക്ക് ചെയ്യണ്ടേ, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയണം. അതല്ലാതെ മറ്റുള്ള ആളുകളോട് അയാളെക്കുറിച്ച് മോശം പറയരുത്. സ്ഥിരമായിട്ട് കാണുന്നൊരു പരിപാടിയാണ്, അവനെ ശ്രദ്ധിക്കണം, അവൻ ഉടായിപ്പാണ് എന്ന് പറയുന്ന സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ മേഖലയൊക്കെ കടന്നു പോകുന്ന ആളാണ്. നമ്മൾ ബിസിനസ് നടത്തി വലിയൊരു ഉയരത്തിൽ നിന്ന് താഴെ വീണു അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോടൊപ്പം നിന്നിട്ടുള്ളൂ. ഒരാളും എന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ നിരന്തരം ഇടപെടുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയുള്ള ആളുകളാണ് വരുന്നതിൻ്റെ അടുത്ത്. അപ്പോൾ അവരെ ഞാൻ വിളിച്ച് സമാധാനിപ്പിച്ചിട്ട്, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, വാഴ കൃഷി ചെയ്യാൻ വേണ്ടി 10,000 രൂപ മേടിച്ചു, വാഴ നശിച്ചു പോയി. ഇയാൾ നിരന്തരം ഈ കർഷകനെ പീഡിപ്പിക്കുന്നു, ഇയാൾ കുടുംബത്തോട് ആത്മഹത്യ ശ്രമിക്കുന്നു. ഞാൻ 26 ദിവസം കണ്ണൂർ ജയിലിൽ കിടന്ന ഒരാളാണ്. ജയിലിൽ കിടക്കാൻ്റെ സാഹചര്യമാണ് എൻ്റെ മക്കളെ നിയമം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഇവിടെ നീതി വേണം, സിസ്റ്റം വേണം എന്ന് ഞാൻ പറയാം. അപ്പം നിയമം കൃത്യമായി പോകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പണം കിട്ടാനുള്ള ആൾ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ട് അയാൾ പരാതി പറയും, ആര് വാങ്ങിക്കൊടുക്കും? അപ്പം വാങ്ങിക്കൊടുക്കുന്ന ഇതൊക്കെ ഓരോരോ ടീമുകൾ ഏറ്റെടുക്കും, പിന്നെ കൊട്ടേഷൻ ടീമുകളിലേക്ക് പോകും, അങ്ങനെ വേറെ രീതിയിലേക്ക് മാറും. പക്ഷേ ഈ പറയുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പാടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ ബിസിനസ് അല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആർക്കും വിശ്വാസമല്ലാതെ ഇയാൾ വെറുതെ പറയാൻ. അത് എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം. എന്നെ അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ എൻ്റെ അമ്മ വന്നിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുകയാണ് ഇന്ന് 5 മണി മുതൽ ഇവിടെ. അപ്പോൾ ഓരോ ആഘോഷങ്ങളും, ലൈഫ് ചേഞ്ച്, ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിലും വിവാഹ വാർഷികമാണെങ്കിലും എല്ലാം നമ്മുടെ ആഘോഷിക്കും. ഇത് കഫേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ വരുന്നവർക്കുള്ള ന്യൂട്രീഷൻ ഡയറ്റിന് ഫുഡ് മുഴുവൻ ഇവിടെയാണ്. ഇവരൊക്കെ സെറ്റായി വന്നേക്കുന്നത് ശരിക്കും ക്രിസ്മസിന്റെ ഭാഗമായിട്ടാണോ? അതെ. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവോ? ഇതെൻ്റെ ഭാര്യ ബിൻസി, മൂത്ത മകള് ഗ്ലോറിയ, രണ്ടാമത്തെ മകള് ഏഞ്ചല്, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് അന്ന, പിന്നെ എൻ്റെ ഒരു മോനും കൂടി ഉണ്ട്, സാംസൺ, അവൻ താഴെയുണ്ട്, വർക്കലാണുള്ളത്. ഇവിടെ ന്യൂ ഇയർ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇത് നമ്മൾ മായ നമ്മുടെ കഫേയിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ചായ കിട്ടും, എല്ലാം കിട്ടും. ശരിക്കും നിങ്ങളൊക്കെ പഠിക്കാൻ പുറത്തൊക്കെ പോവാതെ ഇവിടെ അച്ഛനുമായിട്ട് കൂടാൻ പോവാണെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. ശരിക്കും സത്യമാണോ? എല്ലാവരും പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോലി എടുക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടേ. അപ്പോൾ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ട് ഞാൻ സിവിൽ സർവീസിലാണ് പഠിക്കുന്നത്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമുക്ക് പുറത്ത് പോവേണ്ടി വരില്ലേ? വേണ്ട, എല്ലാവരും പുറത്ത് പോയി ഇവിടെ വീട്ടില് പാരന്റ്സിന് ഇവിടെ നിൽക്കാൻ ആരിലൊക്കെ വേണ്ടേ. മോനെ എന്താണ് ഈ ഇവിടുത്തെ പരിപാടികളിലൊക്കെ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. 2 മക്കളും ഭയങ്കര സപ്പോർട്ടാണെന്നാണ് പറയണത്. ശരിയാണോ? എന്തൊക്കെയാ ഇവിടെ ചെയ്യണേ? ചില ദിവസം ക്ലീനിങ് സ്റ്റാഫ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങളാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. മോശമാണ് കേട്ടാ, പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണല്ലേ. എന്നിട്ട് പിന്നെ ആരെങ്കിലും ഒക്കെ ഇല്ലാതാകുമ്പോൾ ഞങ്ങളാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സില്ലാത്ത മിക്ക ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയാണ് എല്ലാവരും. അപ്പൊ ഇവിടെ അങ്ങ് കൂടുകയാണ്, ചായ കുടിച്ച ഇവിടെ അങ്ങ് കൂടാല്ലേ. നല്ല പരിപാടിയാണ്. പഠിത്തത്തിനൊപ്പം ഇതൊക്കെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദിച്ചത്. ശരിക്കും കുട്ടികൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ, അത് വെറുതെ പറയണോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇല്ല അവരുടെ സഹായം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അടിപൊളി. ഇപ്പൊ ചായ കുടിക്കാല്ലേ? ശരിക്കും ഈ കഫേയില് ഈ ഡയറ്റ് അനുസരിച്ചുള്ള ഫുഡ് മാത്രം കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, നമുക്ക് ഇവിടെ ഡയറ്റീഷ്യൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഡയറ്റിംഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് പ്രിഫർ ചെയ്യുന്നവർക്ക് നമ്മൾ ഡയറ്റിംഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിപ്പം നൈറ്റ് ആണേലും പകലാണേലും വന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. Always keep your chest out, shoulder down and maximum wide. കൈ മാക്സിമം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണം. ഓക്കെ,
ഞാൻ വരികയാണെങ്കിൽ എന്നെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഒതുക്കി നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? നിങ്ങൾ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ചലഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞില്ല ആൾ ക്ലിയറാണ്. പക്ഷേ ഇതിനകത്ത് വരേണ്ട ചെസ്റ്റ് ഷേപ്പ് വരണം, ഷോൾഡർ, ബൈസ്, ട്രൈസ് എന്നുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് വന്നാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ ഇവിടെ? ചലഞ്ച് ഉണ്ട്. 30, 90 ആളുകളുടെ ഇതിനനുസരിച്ച് നമ്മളാ ചലഞ്ച് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം 3 മാസം കൊണ്ട്, ഞാൻ 90 ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ആ ഒരു ചേഞ്ച് ചെയ്യാൻ വരുത്തി തരും. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ ശരിക്കും ഈ ലൈഫ് സ്റ്റൈലിനെ മാറ്റാൻ പറ്റാത്തതായിട്ട് ഞാൻ എക്സ്ക്യൂസ് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഏത് സമയത്താണ് ഉറങ്ങുക, ഏത് സമയത്താണ് ഉണരുക എന്ന് പറയാൻ പറ്റാത്തൊരു ജോലിയാണെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ പറയാമെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇപ്പോൾ ഫുഡ് സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം ആരോഗ്യവാനായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഈ പുറമേ ഉള്ളൊരു ഫിസിക്കിൻ്റെ ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ആരോഗ്യവാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് സത്യത്തിൽ വിഡ്ഢിത്തരമാണ്.